അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം, സ്തുതി, മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആരംഭത്തിങ്കൽ തന്നെ അവസാനത്തെയും അറിയുന്ന, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് ദൈവവചന പഠനത്തിനായിട്ട് കൂടിയിരിക്കുന്നു. കഴിഞ്ഞ ദീർഘദിവസങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി പഠിക്കാനും അതിനോട് അനുബന്ധമായി കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം നടത്തുവാനും നമുക്ക് ദൈവം സഹായിച്ചു. തുടർന്ന് ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മൾ ഇന്ന് മുതൽ എബ്രായ ലേഖന പഠനം ആരംഭിക്കുകയാണ്. മറ്റ് വിഷയങ്ങളും മറ്റ് പുസ്തകങ്ങളും ആവശ്യപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, കൂടുതൽ പേര് ഏതാണോ ആവശ്യപ്പെടുന്നത് ആ വിഷയമായിരിക്കും എന്ന്. എബ്രായ ലേഖനമാണ് കൂടുതൽ പേരും ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് റോമാലേഖനമാണ് ആവശ്യപ്പെട്ടത്. പിന്നെ പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ലേഖനങ്ങൾ, ഇങ്ങനെ പുസ്തകങ്ങളുടെ പഠനമാണ് ആവശ്യപ്പെട്ടത്. നമ്മളതനുസരിച്ചാണ് ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യാനുസരണം എബ്രായ ലേഖന പഠനം ഇന്ന് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ എബ്രായ ലേഖന പഠനം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പല ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്ന്, പല ശുശ്രൂഷകരിൽ നിന്ന്, പല പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഈ വിഷയം പഠിച്ചവർ ഉണ്ടാകാം. എബ്രായ ലേഖനം ഞാൻ ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സഭയിൽ 7 ദിവസത്തെ ഒരു യോഗം, അതിൽ ഓരോ മണിക്കൂർ വെച്ച്, അങ്ങനെ ഒരു 7 മണിക്കൂർ കൊണ്ട് ഇതിൽ കൂടെ ഒരു UAE ജബലാലി ചർച്ചിൽ നമ്മുടെ അലക്സ് ബ്രദറും കുടുംബവും ഒക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ ബോംബെയിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ അവിടെ ഒരു ഓട്ടപ്രദക്ഷിണം എബ്രായ ലേഖനത്തിൽ നിന്ന് അന്ന് നടത്തിയിരുന്നു. അതുകൂടാതെ നമ്മുടെ കുട്ടിയങ്ങളിൻ്റെയൊക്കെ ചർച്ചിൽ ഞാനായിരിക്കുന്ന സമയത്ത് 1-ാമത്തെ അധ്യായത്തെ ആധാരമാക്കി ചില ആഴ്ചകളോളം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ഒരു പഠനവും നടത്തിയത് ഓർമ്മയുണ്ട്. ഇതല്ലാതെ എബ്രായ ലേഖനം മറ്റ് സഭകളിലെങ്ങും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. മുംബൈയിൽ വന്നിട്ട് കല്യാൺ ചർച്ചിലായിരുന്ന സമയത്ത് ഒരു 38-39 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ, 39 ദിവസം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ പതിവില്ലാത്ത ഒരു കണക്കാതല്ലേ. 40-ഉം 41-ഉം ഒക്കെയാണ് നമ്മുടെ ഇടയിലെ കണക്ക്. ഞാൻ 40 ദിവസം ഉപവാസമാണ് ഇരുന്നത്. എന്നാൽ യേശു കർത്താവ് 40 ദിവസം ഇരുന്നത് കൊണ്ട് ക്രിസ്തുവിനോളം വരണ്ട എന്നതുകൊണ്ട് ഞാൻ 39-ന് അല്ലെ 38-ന് ഉപവാസം നിർത്തുകയാണ് പതിവ്. അതിനുശേഷം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് 40 ദിവസം പറഞ്ഞ കണക്കങ്ങ് പൂർത്തീകരിക്കും. കാരണം അങ്ങനെ ഒരു ദിവസം വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ മീറ്റിംഗ് ക്രമീകരിക്കുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് ഉണ്ടാവും. എന്നാൽ തുടർമാനമായിട്ട് 40 ദിവസം ഞാൻ ഇതുവരെ ഉപവസിച്ചിട്ടില്ല. ഈ കാരണത്താലാണ്, യേശുവിനോളം വേണ്ട. പിന്നെ 41 എടുക്കുന്നത് ഏത് കണക്ക് വെച്ചാണെന്ന് എനിക്കറിയത്തില്ല. വേറെ കണക്കുകളുണ്ട്, 41-ൻ്റെ കണക്ക് വേറെ ഉണ്ട്. പക്ഷേ ബൈബിളിൽ അതിൻ്റെ കണക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും 40 ദിവസം ഉപവസിച്ച 3 അല്ലെങ്കിൽ 4 സംഭവങ്ങൾ ബൈബിളിലുണ്ട്. 3 വ്യക്തികൾ, 4 സംഭവങ്ങൾ.
മോശ 40 ദിവസം വീതം 2 പ്രാവശ്യം. പിന്നെ ഏലിയാവിൻ്റെത് ഉപവാസം എന്ന് ഒരർത്ഥത്തിൽ പറയാം. ഒരു നേരം കഴിച്ച ആഹാരം കൊണ്ടടുത്ത് 40 ദിവസം താൻ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അതൊരു 40 ദിവസം ഉപവാസം എന്ന് പറയാം. പിന്നെ നമ്മുടെ കർത്താവ്. ഇങ്ങനെ 3 വ്യക്തികൾ 4 പ്രാവശ്യം 40 ദിവസം ഉപവാസം നടത്തിയതായിട്ട് നമ്മൾ കാണുന്നു. അതിൽ ഏലിയാവിൻ്റെതൊഴികെ ബാക്കിയുള്ളതൊക്കെ ഉപവാസം എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് താനും. 41 കണക്ക് എനിക്ക് അറിയില്ല. ഏതായാലും നമ്മുടെ നാഥനോളം വരണ്ട എന്ന ഒരു ആശയമാണ് എനിക്കുള്ളത്. പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു 40 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ കല്യാൺ ചർച്ചിൽ വെച്ച്, ആ ചർച്ചിൽ അന്നുണ്ടായിരുന്നവരാണ് നമ്മുടെ ഷിബു, സുജ, സോഫിയ തുടങ്ങിയ നമ്മുടെ സഹോദരങ്ങൾ. അവിടെ വെച്ച് ഈ ദിവസങ്ങളൊക്കെ എബ്രായ ലേഖനത്തിലെ 5 താക്കീതുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ എബ്രായ ലേഖന പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചത് അവിടെയാണ്. അന്നും പദാനുപദമോ അർത്ഥങ്ങൾ മൊത്തമായിട്ട് വിവരിച്ചുകൊണ്ടോ ആയിരുന്നില്ല. ആ 5 താക്കീതുകൾ, 5 വാർണിങ്സ് ഫൗണ്ട് ഇൻ ദ ബുക്ക് ഓഫ് ഹീബ്രൂസ്, അതായിരുന്നു പഠിച്ചത്. ഈ നിലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസന്മാരുൾപ്പെടെ നമ്മുടെ ഇടയിൽ ദൈവവചനം അറിയുന്നവരുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എബ്രായ ലേഖന പഠനം, an expository or an exegetical study of the book of Hebrews, a word by word study. നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. മറ്റ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഇങ്ങനെ വിശാലമായൊരു പഠനം പലരും ഇഷ്ടപ്പെടുന്നില്ല. വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു പോകുന്നതാണ് ചിലർക്കിഷ്ടം. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഈ നിലയാണ് ഇഷ്ടപ്പെടുന്നത്, ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. റെക്കോർഡിങ്സ് കേൾക്കുന്ന ചിലരും എനിക്ക് സന്ദേശം അയച്ചിരുന്നു വെളിപ്പാട് പുസ്തക പഠനത്തെ സംബന്ധിച്ച്. എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ വേദപുസ്തകത്തിലെ മറ്റൊരു പ്രധാന പുസ്തകമായ എബ്രായർക്കുള്ള ലേഖനത്തിലേക്ക് വരികയാണ്. സ്തോത്രം. എബ്രായ ലേഖനം നമുക്കറിയാം, പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ ബൈബിളിലെ തന്നെ പുസ്തകങ്ങളിൽ ആരെഴുതിയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പുസ്തകമാണ് എബ്രായർക്കുള്ള ഈ അല്ലെങ്കിൽ എബ്രായ ലേഖനം എന്നുള്ളത്. അതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ, ശീർഷകം എന്ന് പറയുന്നത് ടു ദ ഹീബ്രൂസ്, എബ്രായർക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സ്ഥലത്തെ എബ്രായർക്കാണെന്നോ ഒന്നും പരാമർശങ്ങൾ ഇല്ല. എബ്രായർക്ക് എന്ന് മാത്രമേ നാം കാണുന്നുള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. In the past, God spoke to our forefathers through the prophets at many times in various ways. But in these last days, he has spoken to us by his Son, whom he appointed heir of all things, and through whom enough മതി. നമ്മളിപ്പോൾ ഈ വാക്യങ്ങളുടെ അർത്ഥമൊന്നും കാണാൻ പോകുന്നില്ല. ഇന്ന് നമ്മളൊരു മുഖവുരയാണ് പുസ്തകത്തെക്കുറിച്ച്, അതുകൊണ്ട് അതിനകത്തേക്ക് അധികം പോകില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ചത് ആർക്കാണ് എഴുതിയിരിക്കുന്നതെന്ന് സാധാരണ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ കാണുന്നില്ല. ആരെഴുതിയെന്നും ആർക്ക് വേണ്ടി എഴുതിയെന്നും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട്
എബ്രായ ലേഖനത്തെ പുതിയ നിയമത്തിലെ ഏക അനാഥ ലേഖനം എന്ന് വിളിക്കാറുണ്ട്. സിൻസ് there is no mention of the author or the recipients, this book is often called an orphan epistle in the New Testament. ഞാൻ ഒരിടത്ത് ഇക്കാര്യം പറഞ്ഞപ്പോൾ ചിലർക്ക് അത് പ്രയാസമായിട്ട് തോന്നി. പറഞ്ഞു, പാസ്റ്ററെ, ബൈബിളിലെ ഒരു പുസ്തകവും അനാഥമല്ലല്ലോ, അങ്ങനെ ഈ പുസ്തകത്തെ അങ്ങനെ വിളിക്കാതെ എന്നൊരു പരിഭവം പറഞ്ഞു. ഞാനതിന് ശേഷം ആ പേര് മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട്, ഇനി ആർക്കും ഇടർച്ചയാകരുതല്ലോ എന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഒരു പഠനം ആയതുകൊണ്ട് ഞാൻ ആ പേര് വീണ്ടും ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അനാഥലേഖനം എന്ന് പറയുന്നതിൽ വേറെ ഒന്നും അർത്ഥമില്ല. എഴുത്തുകാരൻ ആരാണെന്നറിയില്ല, അതുപോലെ സ്വീകർത്താക്കളും ആരാണെന്നറിയില്ല. മറ്റെല്ലാ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് ഇന്നയാൾ എഴുതിയെന്ന്, അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടി എഴുതിയെന്ന്. ഇത് രണ്ടും ഈ പുസ്തകത്തിലില്ല. സ്തോത്രം. അതുകൊണ്ട് ഏതാണ്ട് soon after AD 100, ഏതാണ്ട് AD 100 ശേഷം ദൈവസഭാ നേതൃത്വമെന്ന് ഇന്നത്തെ ഭാഷയിൽ പറയാം, ദൈവസഭയുടെ നടത്തിപ്പുകാരൻ, അതിൻ്റെ മുൻനിര പോരാളികളായിരുന്നവർ, അന്ന് സഭകളിൽ ആധികാരികമായ ദൈവവചനമായി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾക്ക് അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് പേരുകൾ നൽകി തുടങ്ങി. Soon after 100 AD, the church leaders or the prominent people in the church of the early century, they used to name or give headings to each book according to the content on the basis of their wide range use by the early church. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ വ്യാപക ഉപയോഗങ്ങൾക്കനുസരിച്ച് ദൈവശ്വാസികമായി കണ്ടിരുന്ന ഗ്രന്ഥങ്ങളെ ഒന്നാം നൂറ്റാണ്ടിലെ ദൈവമക്കളിൽ മുൻനിരയിൽ നിന്നിരുന്നവർ അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ശീർഷകം നൽകി. അങ്ങനെയാണ് എഫേസ്യർക്കുള്ള ലേഖനം, കൊലോസ്യർക്കുള്ള ലേഖനം എന്നൊക്കെ ഓരോന്നിന് പേര് വന്നത്. എന്നാൽ ഈ എബ്രായ ലേഖനത്തിൽ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് എഴുതിയതാരാണെന്നോ ആർക്കു വേണ്ടി എഴുതിയെന്നോ എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് തിരുവെഴുത്തുകളിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുവരെയുള്ള വാദം ഉയർന്നിട്ടുണ്ട്. ദൈവശ്വാസീയമായ ഒരു ഗ്രന്ഥമായിട്ട് ഇതിനെ കാണാൻ കഴിയാതിരുന്നവർ ഒന്നാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു ഈ പുസ്തകത്തെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഇതുപോലെ ഇഷ്ടമായി ബന്ധപ്പെട്ടവരുടെ ചിന്തകളെ, മനസ്സുകളെ ഒക്കെ ദൈവം നിയന്ത്രിച്ച് ഈ എബ്രായർക്കുള്ള ലേഖനവും ദൈവവചനത്തിൻ്റെ ആധികാരിക ഗ്രന്ഥ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ഓക്കെ. അങ്ങനെ ഈ പുസ്തകവും കാനോനികമായി, ഇറ്റ് ഓൾസോ വാസ് കാനനൈസ്ഡ്. അപ്പം വേദപുസ്തകത്തിന്റെ ആധികാരിക അംഗീകാര പ്രക്രിയയെ വിളിക്കുന്നത് കാനോനൈസേഷൻ എന്നാണ്. കാനോനൈസേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, ദൈവവചനത്തിന്റെ കാനോനീകരണം എന്നാണ് വിളിക്കുന്നത്. അതിലേക്ക് ഇന്ന് ഞാൻ എത്തുന്നില്ല. ഇതിനിടയിൽ ഒരു ചെറിയ സൂചകം ആ വിഷയത്തിലും കൂടെ നമുക്ക് പരാമർശിച്ചു വിടാം.
how this book came into the group of canonical books. കാനോനിക ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ കാനോനിക്കൽ ബുക്സ് വേഴ്സസ് അപ്പോക്രിഫൽ ബുക്സ്, ഇങ്ങനെ രണ്ട് സംഘങ്ങളാണുള്ളത് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ. അത് ഈ പുസ്തകത്തിന്റെ മുഖവുരയിൽ തന്നെ ഞാനൊന്ന് പറഞ്ഞു വിടാം. ഇന്നില്ല, ദൈവം വെച്ചാൽ നാളെ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. സ്തോത്രം. പിന്നെ എങ്ങനെയാണ് ഈ പുസ്തകത്തെ പാരമ്പര്യമായി ട്രഡീഷണലായിട്ട് എബ്രായ ലേഖനം എന്ന് വിളിക്കുന്നത്? സ്തോത്രം. എബ്രായ ലേഖനം ഇപ്പം ഏർലി മാനുസ്ക്രിപ്റ്റ്സിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആദിമ കയ്യെഴുത്ത് പ്രതികളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ടു ദ ഹീബ്രൂസ് എന്നാണ്. എബ്രായർക്കുള്ളത് എന്ന ആ ഒരു നിലപാട് സഭ പിന്തുടർന്നു വന്നു, അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് യഹൂദന്മാർക്കാണ് എഴുതിയതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യഹൂദന്മാർക്കാണെന്നോ ഇന്ന സ്ഥലത്തുള്ളവർക്കാണെന്നോ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും, അതിനാണ് നമ്മൾ മുമ്പേ ആദ്യത്തെ വാക്യം വായിച്ചത്. ആദ്യത്തെ വാക്യം ശ്രദ്ധിച്ചോ? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് അരുളി ചെയ്തനന്തരം, അല്ലെങ്കിൽ ചെയ്തിട്ട്. അവിടെ പ്രയോഗം കണ്ടോ? God spoke to our fathers. നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തു. അപ്പോൾ ഒന്നാം വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ആർക്ക് വേണ്ടി എഴുതിയതാണെന്ന? സ്തോത്രം. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ പിറന്ന ജനതയ്ക്ക് വേണ്ടി പിതാക്കന്മാരോട് ദൈവം പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ച ഒരു തലമുറയുടെ പിൻതലമുറയ്ക്ക് വേണ്ടി എഴുതിയതാണെന്ന് വ്യക്തമാണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ that this epistle was addressed to those people, the descendants of those forefathers to whom God had spoken through the prophets. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ച പിതാക്കന്മാരുടെ തലമുറകളോട് ഇവിടെ എഴുത്തുകാരൻ പ്രതിപാദിക്കുന്നു. ആ ഒന്നാം വാക്യം തന്നെ ഇത് എബ്രായർക്കുള്ള ലേഖനമാണെന്ന് തെളിയിക്കുന്നു. സ്തോത്രം. നമ്മുടെ അപ്പം ആ ശൈലിയിൽ നിന്ന് ഇത് എഴുതിയിരിക്കുന്നതും ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തിൽ പ്രാവീണ്യമുള്ള ആരോ ആണെന്നത് തെളിയുന്നു. രണ്ടാമത്തെ കാരണം, ഇത് എബ്രായർക്കുള്ള ലേഖനം എന്ന് വിളിക്കപ്പെടാൻ ഒന്നാമത്തെ കാരണം നമ്മൾ കണ്ടു. രണ്ടാമത്തെ കാരണം, യഹൂദന്മാരുടെ ആരാധനാ രീതികളല്ലാതെ, അല്ലെങ്കിൽ യഹൂദന്മാരുമായി സംബന്ധമുള്ളതല്ലാതെ വേറെ ഒന്നും ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. യാതൊരു ജാതീയ ആചാരങ്ങളും ഇസ്രായേലുമായി ബന്ധപ്പെടാത്ത യാതൊന്നും ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടില്ല, സൂചിപ്പിച്ചിട്ടില്ല. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇത് യഹൂദന് വേണ്ടി, എബ്രായർക്ക് വേണ്ടി തന്നെ
എഴുതിയ പുസ്തകമാണെന്ന്. പിന്നെ നമുക്കറിയാമായിരിക്കുമല്ലോ, പഴയ നിയമത്തിലെ ഏത് പുസ്തകവുമായിട്ടാണ് ഈ പുസ്തകത്തിന് കൂടുതൽ സാമ്യമെന്ന്? ലേവ്യ പുസ്തകം. അതെ, ലേവ്യ പുസ്തകം. സ്തോത്രം. ലെവിറ്റിക്കസ്. ലേവ്യ പുസ്തകത്തോടാണ്. അവിടെ വരുമ്പോഴും യെരുശലേം, യഹൂദന്റെ നിയമങ്ങൾ, പ്രമാണങ്ങൾ, ആരാധനാ രീതികൾ, ആരാധനാ സ്ഥലം, അവരുടെ മതപരമായ കാര്യങ്ങൾ എന്നിവയെല്ലാമാണ് ഈ പുസ്തകത്തിനകത്ത് പ്രധാനമായും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ ഈ പുസ്തകം എബ്രായർക്കുള്ളത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. All these styles confirm that this book was addressed to the Hebrews. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം? സ്തോത്രം. The second point in, okay, sure. We are dealing now with this question: to whom or who are the recipients of this book? It's not mentioned in this book, but yet we call it Hebrews. That means written to Hebrews. Why? First reason we have already seen from chapter 1 verse 1. Then the second reason, we were discussing that all through this book the writer deals with everything pertaining to the Hebrews. Whether you take the persons, characters in this book, Moses, Abraham, Melchizedek, Levi, okay, then the systems, worship, sacrifices, priesthood. So the system, whether it is about ceremony, it's scriptures, whatever it be. And therefore we can, without much argument, that this book was written to the Hebrews. God. Okay. Then you just take chapter 11 itself. The whole list is given. 11-ാം അധ്യായം തന്നെ എടുത്തോളൂ. അവിടെയും നാം കാണുന്ന പേരുകൾ മുഴുവനും ഇസ്രായേലിയ ചരിത്രത്തിൽ നിന്ന് മാത്രമാണ്. യഹൂദ ചരിത്രത്തിൽ നിന്ന്, ഇസ്രായേലി ചരിത്രത്തിൽ നിന്ന് മാത്രമാണ്. അപ്പൊ ഇതെല്ലാം എബ്രായർക്കുള്ളതാണെന്ന് തെളിയിക്കുന്നു. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇനിയും
നോക്കുന്നത് Hebrew is a language. Hebrews, a race, a nation. ഹീബ്രു ഇംഗ്ലീഷിലാണത്. ഹീബ്രു എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയാണ്. മലയാളത്തിൽ എബ്രായ ഭാഷ എന്ന് പറയും. ഹിന്ദിയിൽ ഇബ്രി, ഇബ്രി ഒരു ഭാഷയാണ്. എന്നാൽ ഹീബ്രൂസ് denoting a race or a സ്തോത്രം. അപ്പം എബ്രായ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ. എന്താണെന്ന് എങ്ങനെയാണ് ഈ എബ്രായർ എന്ന പേരിനെ നാം വിവക്ഷിക്കേണ്ടത്? എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? അതിന് പല സംഗതിയുണ്ട്. ഏറ്റവും ആദ്യം പറയാം, പഴയ നിയമത്തിൽ നോക്കിയാൽ എബ്രായർ എന്ന് വിളിക്കപ്പെടുന്നത്, സ്തോത്രം, മിസ്രൈമിലേക്ക് പോവുകയും മിസ്രൈമിൽ ആയിരിക്കുകയും ചെയ്ത ഒരു ജനതയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലമുറയിൽപ്പെട്ടവരെയാണ് എബ്രായർ എന്ന് വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 39 മുതൽ പുറപ്പാട് പുസ്തകം 10 വരെ, ഓക്കെ, ഉൽപ്പത്തി 39 മുതൽ പുറപ്പാട് 10-ാം അധ്യായം വരെ നാം കാണുന്ന മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ ഒരു വംശത്തെയാണ് എബ്രായർ എന്ന് വിളിക്കുന്നത്. സോ ഹീബ്രൂസ്, initially we can understand that it is the name of the descendants of that person called Israel who went down to Egypt from Genesis 39 to Exodus 10. അപ്പം ഉൽപ്പത്തി 39 മുതൽ പുറപ്പാട് 10 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ജനതയാണ് ഈ എബ്രായർ. വേറെയും പല റെഫറൻസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഈ ഒരെണ്ണം ഈ അധ്യായങ്ങളിൽ ഇത് മതിയായിരിക്കും. എബ്രായർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ട്. അതായത് അബ്രഹാമിൻ്റെയൊക്കെ പിതാവായ ഏബറിന്റെ മക്കൾ എന്നർത്ഥത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ, Genesis chapter 10 verses from 21 following, also chapter 11 and verses 14 following. ഇവിടങ്ങളിലെല്ലാം നാം കാണുന്ന അബ്രഹാമിൻ്റെ പൂർവ്വപിതാവായ ഒരു മനുഷ്യനുണ്ട്. ഏബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഏബറിൻ്റെ വംശപാരമ്പര്യത്തിൽ
പെട്ടവർ എന്ന് എബ്രായരെ കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പം സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ പറഞ്ഞു വരാറുള്ള ഒരു പേരുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുതയുണ്ട്. എബ്രായർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ക്രോസ്ഡ് ദ റിവർ, നദി കടന്നവർ എന്ന അർത്ഥത്തിലും എബ്രായർ എന്ന പദത്തെ അല്ലെങ്കിൽ എബ്രായർ എന്ന ആ പേരിനെ വിവക്ഷിക്കാറുണ്ട്. ഇങ്ങനെ എബ്രായർ എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും, അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ പിറന്നവർ, എബ്രായ ഭാഷ സംസാരിക്കുന്നവർ എന്നൊക്കെയാണ് ഹീബ്രൂസ് എന്നതിൻ്റെ അർത്ഥം. എബ്രായ ഭാഷ സംസാരിക്കുന്ന അബ്രഹാമിന്റെ വംശത്തിൽ പിറന്നവർ. ഇതാണ് ഇവിടുത്തെ അർത്ഥം. പൊതുവെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി അതുമല്ലെങ്കിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ വംശപരമ്പരയിൽപ്പെട്ടവരും എബ്രായ ഭാഷ സംസാരിക്കുന്നവരും മോശ മുഖാന്തരം നൽകപ്പെട്ട ന്യായപ്രമാണത്തിന്റെ സൂക്ഷിപ്പുകാരും ആയ ജനതയാണ് യഹൂദൻ അഥവാ എബ്രായർ. അങ്ങനെ വരുമ്പോൾ ഈ എബ്രായർ എന്ന് പറയുന്നത് യഹൂദ മതത്തിൽ നിന്ന് മറിയയുടെ മകനായ യേശുവിനെ മശിഹയായി അംഗീകരിച്ചവരുടെ കൂട്ടമായിരുന്നു. ഇവിടെ എബ്രായർ എന്ന് പറയുമ്പോൾ ആരാണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ പാരമ്പര്യം. അത് നമ്മൾ കണ്ടു. ആ പാരമ്പര്യത്തിൽ പെട്ടവർ മറിയയുടെ മകനായ യേശുവിനെ ആരായിട്ട് അംഗീകരിച്ചു? മശിഹയായിട്ട്. അവരെയാണ് ഇവിടെ എബ്രായർ എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ എബ്രായ ക്രിസ്ത്യാനികൾ, ഹീബ്രു ക്രിസ്ത്യൻസ് എന്ന് നമുക്ക് വിളിക്കാം. യഹൂദ മതാനുസാരികളായിരുന്ന, യഹൂദ മതത്തിന്റെ ഭാഗമായിരുന്നവർ മറിയയുടെ മകനായ യേശുവിനെ അഭിഷിക്തനായി മശിഹയായി ഹീബ്രു ക്രിസ്ത്യൻസ്. വ്യക്തമാണോ ഇത്രയും? സ്തോത്രം. ഒരു പടി കൂടെ. But now these Hebrew Christians are getting themselves back from following what they once embraced. ഒരിക്കലും നെഞ്ചേറ്റിയ ക്രൈസ്തവ സത്യത്തെ ഇപ്പോൾ അവർ പതിയെ പതിയെ ഉപേക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവിന് ഇവരെ മശിഹയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം മുമ്പേ നമ്മൾ കണ്ടു. അതിൻ്റെ ഉള്ളടക്കം വെച്ച്
ലേവ്യ പുസ്തകത്തോട് താരതമ്യം ചെയ്യാം. എന്നാൽ ഉദ്ദേശം വെച്ച് നോക്കിയാൽ ഏതിനോടാ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് പറയാമോ? If we consider the content, we can compare the book of Hebrews with Leviticus. If we compare the purpose, which book can be coupled together with Hebrews? Galatians. Certainly, Galatians. Because though both are addressing a backsliding Judaistic Christian community. Okay? Both the books. എബ്രായ ലേഖനവും ഗലാത്യ ലേഖനവും രണ്ടും ക്രിസ്തുവിൽ നിന്ന് മാറി പിന്മാറുന്ന യഹൂദ വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ രണ്ടും തത്തുല്യമായിട്ട് നിൽക്കുന്നു. ഒരു പുസ്തകത്തോടും കൂടെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിണയ്ക്കാം. അതാണ് റോമാലേഖനം. വിശ്വാസത്താൽ, കർമ്മമാർഗങ്ങളാലല്ല, വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയുടെ ശ്രേഷ്ഠതയെ വിവരിക്കുന്നു. സ്തോത്രം. ആ അർത്ഥത്തിൽ റോമാലേഖനത്തോടും ഇതിന് വളരെ സാമ്യമുണ്ട്. ഇത്രയും വ്യക്തമാണോ? Once they put their faith in Christ, but now they are slowly slipping away from the true faith. And therefore, the writer establishes the superiority of the church over Judaism. Supremacy, efficiency, and full sufficiency of Jesus Christ to save anyone. So this is what the writer dealing with. എന്താ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്? പറയാം. എന്താണ് ഇവിടെ എഴുത്തുകാരൻ എഴുതിവിടുന്നത്, അർത്ഥമാക്കുന്നത്? യഹൂദ മതത്തിന്റെ മുകളിൽ ക്രിസ്തു സഭയുടെ സ്ഥാനം. How the church is superior to Judaism. The superiority of Christianity over Judaism. യഹൂദ മതത്തിന്റെ അതീതമായി എങ്ങനെ ക്രൈസ്തവ സഭ നിൽക്കുന്നു? രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? The supremacy, efficiency, and sufficiency of Jesus Christ. Christ over anyone else and everyone else, including angels, prophets, Abraham, Moses, Aaron, etc. etc. ഇവിടെ അതുകൊണ്ട് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഇവരോട് പൗലോസ് ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ
സുപ്രീമസി, ക്രിസ്തുവിന്റെ നിസ്തുലത. യേശുക്രിസ്തു എല്ലാവരെക്കാളും അതീതനാണ്, വലിയവനാണ്. ഹീ സഫീഷ്യന്റ്. രക്ഷിപ്പാൻ യേശുക്രിസ്തു പര്യാപ്തനാണ്. ആൻഡ് ഹീസ് എഫിഷ്യന്റ് ആൻഡ് സഫീഷ്യന്റ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പര്യാപ്തത, യേശുക്രിസ്തു മതി, വേറെ ആരും വേണ്ട, വേറെ സപ്ലിമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. സ്തോത്രം. അതാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് പതിയെ പതിയെ അകലാൻ തുടങ്ങി. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഇവരെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പിന്നെയും ഇവരെ കൊണ്ടുവരാനാണ് ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. എ ലെറ്റർ അഗൈൻസ്റ്റ് ബാക്ക്സ്ലൈഡിങ്. പിന്മാറ്റത്തിനെതിരെയുള്ള ഒരു ലേഖനമായത്. An epistle against slipping away from Christ. യേശുക്രിസ്തുവിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനെതിരായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ, വിശ്വാസത്തിന്റെ, പുതിയ നിയമത്തിന്റെ ഒക്കെ ശ്രേഷ്ഠതകളെ ഇവിടെ വിവരിച്ച് വിവരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ പുസ്തകത്തിനകത്ത് നാം കാണുന്ന ചില വസ്തുതകൾ, ചില മാസ്റ്റർ പീസസ് നമുക്കുണ്ട്. സം അബൌട്ട് സം കീ വേർഡ്സ്. ഈ ലേഖനത്തിൽ എബ്രായ ലേഖനകർത്താവ് ഉപയോഗിക്കുന്ന ചില താക്കോൽ പദങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പെർഫെക്റ്റ്, പൂർണ്ണം, പൂർണ്ണതയുള്ളത്. സം അബൌട്ട് 14 times, 14 പ്രാവശ്യം നമുക്ക് ഈ ലേഖനത്തിൽ ആ പദം കാണാം, പെർഫെക്റ്റ്. മറ്റൊന്നാണ് ഇറ്റേണൽ അല്ലെങ്കിൽ ഫോർ എവർ, നിത്യമായത് അല്ലെങ്കിൽ എന്നേക്കുമുള്ളത് എന്നർത്ഥം വരുന്ന പദം. 15 പ്രാവശ്യം, 15 times ഉണ്ടത്. മറ്റൊരു പദമാണ് ബെറ്റർ. ബെറ്റർ, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. 13 പ്രാവശ്യം, 13 times. നാം അതിൻ്റെ റെഫറൻസുകളിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് റെഫറൻസ് ഇല്ലാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അടുത്തതാണ് പാർട്ടേക്കേഴ്സ്, കൂട്ടാളികൾ, പങ്കാളികൾ എന്നർത്ഥം വരുന്ന പാർട്ട്നേഴ്സ്. ഏതാണ്ട് 9 times, 9 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, 9 തവണ. സ്വർഗം, അടുത്ത പദമാണ് ഹെവൻ, സ്വർഗം. ഏതാണ്ട് 17 times, 17 പ്രാവശ്യം, 17 പ്രാവശ്യം. വേറൊരു പദമാണ് പുരോഹിതൻ, മഹാപുരോഹിതൻ എന്നൊക്കെയുള്ള പ്രയോഗം. 32 times, 32 പ്രാവശ്യം.
നമ്മളിപ്പോൾ നോക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകളാണ് കേട്ടോ. മുഖവുരയിലാണ്, അകത്തേക്ക് നമ്മൾ ഇന്ന് കടക്കത്തില്ല. വേറെ ഒരു പ്രത്യേകത ഈ പുസ്തകത്തിനുള്ളത് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ബുക്ക് ഈസ് കോൾഡ് ഫിഫ്ത്ത് ഗോസ്പൽ. 5-ാം സുവിശേഷം എന്ന് ഈ പുസ്തകത്തിന് പേരുണ്ട്. അതിന് കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയേറെ വിശദീകരിക്കുന്ന വേറൊരു പുസ്തകം ഈവൻ മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ള സുവിശേഷ ഗ്രന്ഥങ്ങൾ പോലുമില്ലെന്നുള്ളത് സത്യം. സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ 5-ാം സുവിശേഷം എന്ന് വിളിക്കുന്നു. 5-ാം സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, എബ്രായ ലേഖനം എന്ന് അതിനെ നമുക്ക് വിവക്ഷിക്കാം. അഞ്ചാം സുവിശേഷം. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേരുകൾ പലതുണ്ട്. അത് ആ വിഷയത്തിൽ നമ്മൾ വരുമ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞത് സുപ്രീമസി, എഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻസി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ക്രോസ്. യേശുക്രിസ്തുവിൻ്റെയും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെയും പര്യാപ്തത. സ്തോത്രം. അതുപോലെ അതിനുള്ള വീണ്ടെടുക്കുന്നതിനുള്ള കഴിവ്, എഫിഷ്യൻസി കഴിവ്, സഫിഷ്യൻസി പര്യാപ്തത. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഗലാത്യ ലേഖനത്തിലും പൗലോസ് അത് തന്നെയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ എഫിഷ്യൻസിയും സഫിഷ്യൻസിയും വ്യക്തമാക്കുകയാണ് അവിടെ. ഇവിടെയും അത് തന്നെയാണ് ലേഖനകർത്താവ് ചെയ്യുന്നത്. യേശു മാത്രം മതിയോ എന്ന് ഇവർ ചിന്തിച്ചു തുടങ്ങി. ഇവരെ ആരൊക്കെയോ അങ്ങനെ പഠിപ്പിച്ചു. യേശു മാത്രം പോരാ, നീ ചെയ്തോ, യേശുവിനെയും കൂടെ കൂടിക്കുന്നെങ്കിൽ കൂട്ടിയോ, കുഴപ്പമില്ല. പക്ഷേ യേശു മാത്രം പോരാ എന്ന് വന്നപ്പോഴാണ് അല്ല, യേശു മാത്രം മതി എന്ന് കാര്യകാരണ സഹിതം ഒരു താർക്കികനെ പോലെ ലേഖനകർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. സ്തോത്രം. ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയും യേശുക്രിസ്തുവിൻ്റെ കാര്യക്ഷമതയും പ്രസ്താവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ലേഖനകർത്താവ് ക്രിസ്തുവിനെ പറ്റി എടുത്തു പറയുന്നത്. Christ is superior, efficient and sufficient in his person and also in his finished work of redemption. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയും ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും യേശുക്രിസ്തുവിൻ്റെ കാര്യക്ഷമതയും ഒക്കെ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ലേഖനകർത്താവ് ഉദ്ദേശിച്ച് സ്ഥിരീകരിക്കുന്നത് യേശുവിൻ്റെ ആളത്വം, യേശുവിൻ്റെ വ്യക്തിത്വം. സ്തോത്രം. മറ്റേവരെക്കാളും ഏതെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റ് ക്യാരക്ടേഴ്സ്, പഴയ നിയമ കഥാപാത്രങ്ങളുണ്ടോ അവരെക്കാളിലൊക്കെയും യേശു ഉന്നതൻ.
ഉന്നതൻ. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട രക്ഷണീയ പ്രവൃത്തിയും മറ്റ് ഏതൊരു പ്രവൃത്തിയെക്കാളിലും ഉന്നതം. സ്തോത്രം. Christ's sufficiency and supremacy over the persons in the Old Testament, also the systems and works in the New Testament. പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന മശിഹ, രണ്ട് മുഖങ്ങൾ അതിനുണ്ട്. യേശുവിൻ്റെ ആളത്വവും യേശുവിൻ്റെ പ്രവൃത്തിയും. ഇവിടെ ലേഖകൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ സകല കഥാപാത്രങ്ങളെക്കാളും, ചരിത്ര പിതാമഹന്മാരെക്കാളും യേശുവിൻ്റെ ആളത്വത്തിൽ അവൻ ഉന്നതനാണ്. രണ്ട്, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലും യേശു ഉന്നതൻ, ശ്രേഷ്ഠൻ. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ലേഖനകർത്താവ് വ്യക്തമാക്കുന്നു. അതിൽ ഒന്നാമത് പറയുന്നു, ജീസസ് ഈസ് അബവ് ദ പ്രൊഫറ്റ്സ്. പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ. ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഇന്ന് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. സോ ദ സൺ ഈസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ ഉന്നതനാണ് പുത്രൻ എന്ന് ഒന്നാം അധ്യായത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ, പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. സ്തോത്രം. പുത്രൻ മുഖാന്തരം. 2, Christ, his person is superior above angels. ദൂതന്മാരെക്കാൾ യേശു ഉന്നതൻ. 1, പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ. 2, ദൂതന്മാരെക്കാൾ ഉന്നതൻ. അതാണ് നാം ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒന്നാം അധ്യായത്തിന്റെ ഏതാണ്ട് 5 മുതലുള്ള വാക്യങ്ങളിൽ, അല്ല 4 മുതൽ തന്നെ കൂട്ടിക്കൊള്ളൂ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അവിടെയാണ് ദൂതന്മാർ രക്ഷിക്കപ്പെടാനുള്ളവരുടെ സേവകാത്മാക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് കണ്ടു. ഇനിയും അതിൻ്റെ വ്യാഖ്യാന ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമാക്കാം. സ്തോത്രം. ദൂതന്മാരെക്കാൾ വലിയവൻ. പിന്നീട് പറയുന്നു, ജീസസ് ഈസ് above, superior to even Moses. യഹൂദനെ, എബ്രായരെ സംബന്ധിച്ച് മോശയാണ് അവരുടെ ഏറ്റവും വലിയ ആള്. ഇവിടെ തെളിയിക്കുകയാണ്, യേശു മോശയേക്കാൾ വലിയവൻ. അവിടെ പറയുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. പറയുന്നു, മോശ ഈ യേശുവിൻ്റെ ഭവനത്തിലെ ശുശ്രൂഷക്കാരൻ മാത്രമായിരുന്നു, യേശുവോ ഉടയവൻ. സ്തോത്രം. നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായി കാണുന്ന മോശ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന യേശു
തമ്മിൽ എന്താ വ്യത്യാസം? ദാസനും മുതലാളിയും. യേശു വീടിൻ്റെ ഉടമസ്ഥൻ, മോശ അവിടുത്തെ ജോലിക്കാരൻ, ശുശ്രൂഷക്കാരൻ. സ്തോത്രം. ഇത്രയും എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മളതിൻ്റെ ഓരോ വാക്യങ്ങളിലേക്ക് പിന്നീട് വരും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? തീർന്നില്ല, എന്നാലും സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പ്രവൃത്തിയിലും ആളത്വത്തിലും വലിയവനായ യേശുവിനെ നമ്മുടെ എല്ലാമായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സ്തോത്രം. ഇനിയും ഈ യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ യേശുവിനായിട്ട് ഉള്ളം തുറക്കൂ. സ്തോത്രം. ക്രിസ്തു വരുവാൻ കാലമെടുത്തു. ആ കർത്താവിനെ സർവാത്മനാ സേവിച്ച് നമ്മുടെ ജീവിതം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.